എന്തുകൊണ്ടാണ് നമുക്ക് എപ്പോഴും സമയം തികയാത്തതുപോലെ തോന്നുന്നത്? എത്ര വേഗത്തിൽ കാര്യങ്ങൾ ചെയ്യാൻ ശ്രമിച്ചാലും ഒരു ദിവസത്തെ എല്ലാ ടാസ്കുകളും നമുക്ക് ചെയ്തു തീർക്കാൻ പറ്റാത്തത് എന്തുകൊണ്ടാണ്? 24 മണിക്കൂർ മതിയാവുന്നില്ലെന്ന് നിങ്ങൾക്ക് തോന്നാറുണ്ടോ? ഒരു ദിവസത്തെ എല്ലാ ടാസ്കുകളും കംപ്ലീറ്റ് ചെയ്യാൻ പറ്റാതെ വിഷമിക്കുന്ന ആളാണ് നിങ്ങളെങ്കിൽ ദിസ് വീഡിയോ ഇസ് ഫോർ യു. ഹലോ ഓൾ, വെൽക്കം ടു എംപവർ വിത്ത് മുഫ. സോഷ്യൽ മീഡിയ ലൈഫിൽ നിന്നും ഒഴിവാക്കിയാൽ നമുക്ക് കിട്ടുന്ന ബെനഫിറ്റ്സ് എന്തൊക്കെയാണ്? എങ്ങനെ നമുക്കത് പ്രാക്ടിക്കൽ ആക്കാം? ഞാൻ സോഷ്യൽ മീഡിയയിൽ നിന്ന് വിട്ടു നിന്നപ്പോൾ കിട്ടിയ ബെനഫിറ്റ്സ് എന്തൊക്കെയാണ് എന്നതൊക്കെയാണ് ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോഷ്യൽ മീഡിയ നമ്മൾ എന്തുകൊണ്ടാണ് ഉപയോഗിക്കുന്നത്? നമുക്ക് ഏറ്റവും കൂടുതൽ ഇൻഫർമേഷൻസ് കിട്ടുന്നത് സോഷ്യൽ മീഡിയയിൽ നിന്നാണ്. നിങ്ങളിപ്പോൾ ഈ വീഡിയോ കാണുന്നത് പോലും സോഷ്യൽ മീഡിയയിലാണ്. ബട്ട് ദ റിയാലിറ്റി ഇസ്, ഒന്ന് ഓർത്തു നോക്കൂ. രാവിലെ എഴുന്നേറ്റ ഉടനെ നമ്മൾ ചെയ്യുന്ന കാര്യം എന്താണ്? ഫോൺ എടുക്കും, ടൈം നോക്കൂ, ദെൻ ഗോ സ്ട്രെയിറ്റ് ഇൻ ടു ഇൻസ്റ്റഗ്രാം, ഫേസ്ബുക്ക്, വാട്സാപ്പ്, യൂട്യൂബ് ആൻഡ് സോ ഓൺ. മണിക്കൂറുകൾ അവിടെ സ്പെൻഡ് ചെയ്യും. നമ്മുടെ ഡെയിലി ടാസ്കുകൾ, ഡിസിപ്ലിൻ, പഠനം, പ്രൊജക്ട്സ്, ഫാമിലി, ഡ്യൂട്ടീസ് ഇതെല്ലാം നമ്മൾ മറക്കും. പിന്നെ നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ റഷായിട്ട് ചെയ്തു തീർക്കാനും ശ്രമിക്കും. എത്ര മണിക്കൂർ റീൽസിൻ്റെയും സ്റ്റോറീസിൻ്റെയും സ്റ്റാറ്റസിൻ്റെയും പുറകിൽ പോയി കളഞ്ഞു എന്ന് ഒരു ഐഡിയയും ഉണ്ടാവില്ല. ഞാൻ പറഞ്ഞു വരുന്നത് എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ ജീവിതത്തിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സമയം കവർന്നെടുക്കുന്നത് സോഷ്യൽ മീഡിയ ആണെന്നാണ്. ഈ ലോകത്ത് സക്സസ്ഫുൾ ആയിട്ടുള്ള ഓൾമോസ്റ്റ് എല്ലാ ആളുകളും ഒരു കാര്യത്തിൽ വിജയിച്ചവരാണ്: ഡിസ്ട്രാക്ഷൻസിനെ ഒഴിവാക്കുന്ന കാര്യത്തിൽ. ഇന്നത്തെ ഏറ്റവും വലിയ ഡിസ്ട്രാക്ഷൻ എന്നത് സോഷ്യൽ മീഡിയ ആപ്സ് ആണ്. തീർച്ചയായും നമുക്ക് സോഷ്യൽ മീഡിയയെ നല്ല ഇൻറ്റൻഷനോട് കൂടിയും ഡിസിപ്ലിനോട് കൂടിയും യൂസ് ചെയ്യാം. ബട്ട് അതിന് നല്ല വിൽ പവർ ആവശ്യമാണ്. കുറച്ചു നേരം മാത്രം സോഷ്യൽ മീഡിയയിൽ സ്പെൻഡ് ചെയ്യുക എന്നത് ഒരു സാധാരണക്കാരനെ സംബന്ധിച്ചിടത്തോളം വളരെ ചാലഞ്ചിങ്ങും ടഫസ്റ്റുമായിട്ടുള്ള കാര്യമാണ്. ഓൾമോസ്റ്റ് ഇമ്പോസിബിളാണ്. കാരണം സോഷ്യൽ മീഡിയയെ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത് നമ്മുടെ ബ്രെയിനിനെ അതിൻ്റെ ഒരു അടിമയാക്കാൻ കഴിയും വിധമാണ്. സോ ഇറ്റ്സ് എ ട്രാപ്പ്. ബട്ട് മുഫ, വാട്ട് ഇസ് ദ സൊല്യൂഷൻ എന്ന് നിങ്ങൾ എന്നോട് ചോദിക്കുകയാണെങ്കിൽ, ഒന്നാമത്തെ കാര്യം, ഡിലീറ്റ് സോഷ്യൽ മീഡിയ ഫ്രം യുവർ ലൈഫ്. ഇത് പോസിബിൾ അല്ലാത്തവർക്കുള്ള സൊല്യൂഷൻ അടുത്തതായി ഞാൻ പറയുന്നതാണ്. സോ വീഡിയോ തുടർന്ന് കാണുക. ആദ്യത്തെ കാര്യം എന്നത് സോഷ്യൽ മീഡിയയിൽ നിന്നും വിട്ടു നിൽക്കാൻ ശ്രമിക്കുക എന്നതാണ്. നിങ്ങളുടെ സമയത്തെ കൊന്നുകൊണ്ടിരിക്കുന്ന ഇൻസ്റ്റഗ്രാം, ഫേസ്ബുക്ക്, വാട്സാപ്പ് ഏതാണ് നിങ്ങളുടെ സമയത്ത് ഇല്ലാതെയാക്കുന്നത്? അതിനെയൊക്കെ ഡിലീറ്റ് ചെയ്യുക. 100% ഷുവർ ആണ്, നിങ്ങൾക്ക് ഇതുകൊണ്ട് ഉണ്ടാകുന്ന ബെനഫിറ്റ്സ് വളരെ വലുതാണ്. നിങ്ങൾ ചുറ്റുമുള്ള കാര്യങ്ങളുമായി കണക്റ്റഡ് ആവാൻ തുടങ്ങും. നിങ്ങളുടെ ചെറിയ ചെറിയ സന്തോഷങ്ങൾ വീണ്ടും എൻജോയ് ചെയ്യാൻ തുടങ്ങും. തീർച്ചയായും നിങ്ങൾക്കിത് പോസിബിൾ ആണോ എന്ന് തോന്നാം. യെസ്, ഇറ്റ് ഈസ് പോസിബിൾ. ബട്ട് സോഷ്യൽ മീഡിയയെ കംപ്ലീറ്റ്ലി ഒഴിവാക്കുക എന്നത് ടഫസ്റ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. അത് എല്ലാവർക്കും സാധിക്കുന്ന ഒരു കാര്യവുമല്ല. ഇറ്റ് നീഡ്സ് വിൽ പവർ. ജീവിത വിജയം ആഗ്രഹിക്കുന്ന ഒരാൾക്ക് മാത്രമേ അത് സാധിക്കുകയുള്ളൂ. സോഷ്യൽ മീഡിയ കംപ്ലീറ്റ്ലി ഒഴിവാക്കുന്നതിൻ്റെ ബെനിഫിറ്റ്സ് എന്തൊക്കെയാണ്? തീർച്ചയായും നമ്മൾ സോഷ്യൽ മീഡിയയിൽ ആളുകൾ പോസ്റ്റ് ചെയ്യുന്ന കാര്യങ്ങളിൽ ഇൻഫ്ലുവൻസ്ഡ് ആവാറുണ്ട്. വി കമ്പയർ. അത് നമ്മുടെ ഹാപ്പിനെസ്സിനെ ബാധിക്കുകയും ചെയ്യും. സോഷ്യൽ മീഡിയ ഒഴിവാക്കിയാൽ നമ്മൾ നമ്മുടെ ലൈഫിലേക്ക് കൂടുതൽ ശ്രദ്ധ കൊടുക്കുകയും ചെയ്യും. ഇൻസ്റ്റന്റ് ഹാപ്പിനെസ് തരുന്ന ഒരു കാര്യമാണ് സോഷ്യൽ മീഡിയ. അതുപോലെ കണ്ണുകൾക്കുണ്ടാവുന്ന സ്ട്രെസ്, മെൻ്റൽ ഹെൽത്തിനെ ബാധിക്കൽ, ആരോഗ്യകാര്യത്തിൽ വരുന്ന അശ്രദ്ധ, സമയം കിട്ടാത്തത് മൂലം ഉണ്ടാവുന്ന സ്ട്രെസ്, ഇങ്ങനെ ഒരുപാട് ദോഷങ്ങൾ സോഷ്യൽ മീഡിയയ്ക്കുണ്ട്. ഇതിനെ ഒഴിവാക്കുന്നത് കൊണ്ട് ആദ്യത്തെ കുറച്ചു ദിവസങ്ങൾ സ്ട്രെസ്ഫുൾ ആയിരിക്കും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല. നിങ്ങളുടെ ബ്രെയിൻ വീണ്ടും വീണ്ടും നിങ്ങളെ അതിലേക്ക് തന്നെ പുഷ് ചെയ്യാം. പിന്നെ നിങ്ങൾക്കുണ്ടായേക്കുന്ന കാര്യമാണ് ബോർഡം, അഥവാ ബോറടി എന്ന് നമ്മൾ മലയാളത്തിൽ പറയുന്ന കാര്യം. ഇറ്റ് ഈസ് ആക്ച്വലി എ ഗുഡ് തിങ്. യു വിൽ സ്റ്റാർട്ട് തിങ്കിങ് അബൌട്ട് ഡൂയിങ് ഗുഡ് തിങ്സ്. നമ്മൾ ബോറടിക്കുമ്പോഴാണ് നല്ല കാര്യങ്ങൾ ചെയ്യുന്നതിനെ കുറിച്ച് ചിന്തിച്ചു തുടങ്ങുക. മോർണിംഗ് വാക്ക്, റീഡിങ്, ഗാർഡനിങ്, കമ്മ്യൂണിക്കേഷൻ വിത്ത് പീപ്പിൾ, ഫാമിലി ടൈം, പഠനം, സമയത്തിന് കാര്യങ്ങൾ ചെയ്തു തീർക്കാൻ, ഇതെല്ലാം നിങ്ങൾക്ക് തീർച്ചയായും അറ്റൈൻ ചെയ്യാനാവും. യു ക്യാൻ ഫീൽ ദ ഡിഫറൻസ്, ഐ എം ഷുവർ. ഫോക്കസ് ഓൺ വർക്ക്, സ്റ്റഡീസ്, ഗുഡ് സ്ലീപ്പ് ഹാബിറ്റ്, കോൺസെൻട്രേഷൻ പവർ, സെൽഫ് റെസ്പെക്റ്റ്, സെൽഫ് ലവ്, ക്രിയേറ്റിവിറ്റി, വർക്ക് ലൈഫ് ബാലൻസ്, മൈൻഡ്ഫുൾനെസ്, ഇതൊക്കെ നിങ്ങൾക്ക് കിട്ടുന്ന ബെനഫിറ്റ്സ് ആണ്. ഇനി അടുത്ത കേസ്, നിങ്ങൾക്ക് പഠനം, നോളജ് സീക്കിംഗ് പോലെയുള്ള കാര്യങ്ങൾക്ക് സോഷ്യൽ മീഡിയ വേണമെങ്കിൽ യു ക്യാൻ ഗോ ടു യൂട്യൂബ് സെറ്റിംഗ്സ് ടു ലിമിറ്റ് യുവർ ടൈം. സോഷ്യൽ മീഡിയയെ ശരിയായ ഇൻറ്റൻഷനോട് കൂടി യൂസ് ചെയ്യാൻ ശ്രമിക്കുക. നിങ്ങളുടെ ആവശ്യങ്ങൾ എന്താണോ അതിനുവേണ്ടി മാത്രം, നിങ്ങൾക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ മാത്രം സെർച്ച് ചെയ്യുക. ഇനി നിങ്ങൾക്ക് യു ഹാവ് ടു കണക്ട് വിത്ത് യുവർ ഫ്രണ്ട്സ് അല്ലെങ്കിൽ ഫാമിലിയുമായിട്ട് കണക്റ്റ് ആവാൻ സോഷ്യൽ മീഡിയ വേണം എന്നുണ്ടെങ്കിൽ ആഴ്ചയിൽ ഏതെങ്കിലും ഒരു ദിവസത്തെ 1-2 മണിക്കൂർ അതിനുവേണ്ടി ചിലവഴിക്കാം. ഒരു ടൈം സെറ്റ് ചെയ്യാൻ മറക്കരുത്. അതുപോലെ നമ്മളെ ബ്രെയിനെയും നമ്മുടെ ഫോക്കസിനെയും കോൺസെൻട്രേഷനെയും ഒക്കെ തകർക്കുന്ന ഒരു കാര്യമാണ് റീൽസ് എന്നത്. അനാവശ്യമായി റീൽസ് കാണുന്നത് ഒഴിവാക്കുക.
മാക്സിമം നമുക്ക് ഇൻറ്റൻഷനോട് കൂടി നല്ല വീഡിയോസ് കാണാൻ പറ്റണം. മറ്റുള്ള ആളുകളുടെ ലൈഫിലേക്ക് എത്തി നോക്കുന്നത് തീർച്ചയായും നിങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ പോകുന്നില്ല. എൻ്റെ ഇത്രയും നേരത്തെ വാക്കുകൾ കാരണം നിങ്ങൾ ചിലപ്പോൾ സോഷ്യൽ മീഡിയ ഒഴിവാക്കിയേക്കാം. യു ആർ ഗോയിങ് ടു ചേഞ്ച് യുവർ ലൈഫ്. ചിലപ്പോൾ നിങ്ങൾ സോഷ്യൽ മീഡിയ ഒഴിവാക്കാതെയും ഇരിക്കാം. ബട്ട് മേക്ക് ഷുവർ യു ആർ റെഡ്യൂസിങ് സോഷ്യൽ മീഡിയ ടൈം ഫ്രം യുവർ ലൈഫ്. ഡോണ്ട് ലെറ്റ് എനിത്തിങ് കിൽ യുവർ ഡ്രീംസ്. നിങ്ങളുടെ ഡ്രീംസിനെ തകർക്കാൻ ഒന്നിനെയും നിങ്ങൾ സമ്മതിക്കാൻ പാടില്ല. സോ എല്ലാ ഡിസ്ട്രാക്ഷൻസിനെയും പോലെ സോഷ്യൽ മീഡിയയെ നിങ്ങളുടെ ലൈഫിൽ നിന്നും മാക്സിമം ഒഴിവാക്കാൻ ശ്രമിക്കുക. താങ്ക് യു സോ മച്ച് ഫോർ ലിസണിങ്.